ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാരഡേയ്സ് ലോ ആൻഡ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ ഫാരഡേയ്സ് ലോസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഒരു മാഗ്നറ്റിസവും ഒരു ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അതിന് ശേഷം നമുക്ക് എന്താണ് ഫാരഡേയ്സ് ലോ എന്നുള്ളതും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്നുള്ളതും കാണാം. ഇനി ഇവിടെ നോക്കാം റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി. Whenever an electric current flows through a conductor, a magnetic field is immediately brought into existence in the space surrounding the conductor. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം, അതല്ല ഈ കറണ്ടിൻ്റെയും ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കാരണം ആ കണ്ടക്ടറിന് അക്രോസ് എന്തുണ്ടാവും? ഒരു EMF ഇൻഡ്യൂസ് ആവും. ഈ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതാണ് അവിടെ കറണ്ട് കാരണമാണ് അവിടെ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന കാരണമാണ് അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ആ EMF ഇൻഡ്യൂസ് ചെയ്ത ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു ഇലക്ട്രിസിറ്റിയും ഒരു മാഗ്നറ്റിസവും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫാരഡേയ്സ് ലോസ് എന്താണെന്നുള്ളത് കാണാം. ഫാരഡേയ്സിൽ ബേസിക്കലി 2 ലോകളാണുള്ളത്. ആ ലോസ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. Faraday's laws of electromagnetic induction. First law പറയുന്നത് it states whenever a magnetic flux linked with a circuit changes an EMF induced in it, or whenever a conductor cuts the magnetic flux an EMF is induced in that conductor. അതായത് ഒരു സർക്യൂട്ടിന് അക്രോസ് ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ്, അത് ഫ്ലക്സ് എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്? EMF ഇൻഡ്യൂസ് ചെയ്യും. അതായത് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ നമ്മൾ പറഞ്ഞു ഒരു കറണ്ട് കാരണം മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ മൊത്തം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് ലോ. ഇനി സെക്കൻഡ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. മാഗ്നിറ്റ്യൂഡ്, അതായത് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഫ്ലക്സ് ലിങ്കേജിൻ്റെ റേറ്റും തമ്മിൽ എന്താണ്? ഈക്വലാണ്. അതായത് ഈ ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ ഫസ്റ്റ് ലോയിൽ പറഞ്ഞു എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? ആ ഇൻഡ്യൂസ്ഡ് EMFും ഫ്ലക്സ് ലിങ്കേജിൻ്റെ റേറ്റും ഈക്വൽ ആണെന്നുള്ളതാണ് എന്ത്? സെക്കൻഡ് ലോ പറയുന്നത്. നമുക്ക് സെക്കൻഡ് ലോൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷനിൽ പറയുന്നത് സപ്പോസ് എ കോയിൽ ഹാസ് n ടേൺസ് ആൻഡ് എ ഫ്ലക്സ് ത്രൂ ഇറ്റ് ചേഞ്ചസ് ഫ്രം എ ഇനീഷ്യൽ വാല്യൂ ഓഫ് Φ1 വെബർ ടു ദ ഫൈനൽ വാല്യൂ ഓഫ് Φ2 വെബർ. വെബർ എന്ന് പറയുന്നത് അവിടെ യൂണിറ്റ് ആണ്. ഇൻ ടൈം t സെക്കൻഡ്സ്. ദെൻ റിമെമ്പറിംഗ് ദാറ്റ് ബൈ ഫ്ലക്സ് ലിങ്കേജസ് മീൻസ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ. അതായത് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞത് എന്താണ്? നമ്പർ ഓഫ് ടേൺസിൻ്റെയും ഫ്ലക്സ് ലിങ്കേജിൻ്റെയും പ്രൊഡക്റ്റ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ത്? ഇൻഡ്യൂസ്ഡ് EMF. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇനീഷ്യൽ ഫ്ലക്സ് ലിങ്കേജ് ഇസ് N∅1 ആൻഡ് ഫൈനൽ ഫ്ലക്സ് ലിങ്കേജ് ഇസ് N∅2. N എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് ആണ്. Φ1 ആണ് നമ്മളെ ഫ്ലക്സ് ലിങ്കേജ് തുടക്കത്തിലുള്ളത്. Φ2 ആണ് നമ്മളെ ഫൈനൽ ഫ്ലക്സ് ലിങ്കേജ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസും ഫ്ലക്സ് ലിങ്കേജിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഇൻഡ്യൂസ്ഡ് EMF കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കാം, ഇൻഡ്യൂസ്ഡ് EMF E ഈക്വൽ ടു N∅2 മൈനസ് N∅1/T. ഈ N∅2 മൈനസ് Φ1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനീഷ്യൽ ടു ഫൈനൽ ആണല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കണം T. അതായത് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, നമ്മൾ സെക്കൻഡ് ലോ പറഞ്ഞത് എന്താണ്? ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജും ആണ് ഈക്വൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഫ്ലക്സ് ലിങ്കേജിൻ്റെ യൂണിറ്റാണ് വെബർ, ടൈമിൻ്റെ യൂണിറ്റാണ് സെക്കൻഡ്. അങ്ങനെയാണ് വെബർ പെർ സെക്കൻഡ്. അതല്ലെങ്കിൽ ഇതിനെ വോൾട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇവിടെ N എന്നുള്ളത് ഒരു കോമൺ ആണ്. അപ്പോൾ N ഔട്ട്സൈഡ് എടുത്തു. Φ2 മൈനസ് Φ1/T. ഈ Φ2 മൈനസ് Φ1, അതായത് നമ്മൾക്ക് പറഞ്ഞു ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ സെക്കൻഡ് ലോയിൽ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്നാണല്ലോ അല്ലേ? അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് നമ്മളെങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? d/dt ആണ്. ഈ Φ2 മൈനസ് Φ1നെ നമ്മൾ കോമൺ ആയിട്ട് എന്ത് റെപ്രസെൻറ്റ് ചെയ്തു? ഫൈന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ d/dt ഓഫ് N∅. ഇനി N എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. dφ/dt വോൾട്ട്. ഇനി ഇതാണ് നമ്മളുടെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ. അതായത് N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസും dφ/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജും ആണ്. അപ്പോൾ ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF. ഇനി ഈ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷനിൽ എപ്പോഴും ഒരു മൈനസ് സൈന് കൊടുക്കാറുണ്ട്. ഈ മൈനസ് സൈന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡ്യൂസ്ഡ് EMF, ഈ മൈനസ് സൈന് സിഗ്നിഫൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡ്യൂസ്ഡ് EMF എന്താവും? ഒരു കറണ്ട് ഒരു ഡയറക്ഷനിൽ അത് ക്രിയേറ്റ് ചെയ്യും. അത് കാരണം അത് എന്ത് ചെയ്യും?
ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് സെറ്റ്സ് അപ്പ് കറന്റ് ഇൻ സച്ച് എ ഡയറക്ഷൻ ദാറ്റ് ദ മാഗ്നറ്റിക് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ് ഒപ്പോസസ് ദ വെരി കോസ്. അതായത് ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് എഫക്റ്റിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ മൈനസ് സൈന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഫാരഡേസ് ലോസിൽ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഇസ് ഈക്വൽ ടു മൈനസ് എൻ ഡി ഫൈ ബൈ ഡി ടി എന്നുള്ള ഇക്വേഷൻ എന്തായാലും ഓർത്തിരിക്കുക. കാരണം നമ്പർ ഓഫ് ടേൺസും ഫ്ലക്സ് ലിങ്കേജും തന്നു കഴിഞ്ഞിട്ട് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ആസ് പെർ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വെനെവർ എ കണ്ടക്ടർ മൂവ്സ് ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് there will be an induced current. If this conductor gets forcefully moved inside the magnetic field, there will be a relation between the direction of applied force, magnetic field and current. These three directions is determined by Fleming's right hand rule. അതായത് ഫാരഡേസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യും, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ കണ്ടക്ടർ വീണ്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ ഫീൽഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡും കറൻറ്റും ഫോഴ്സും ഈ മൂന്നെണ്ണത്തിൻ്റെ ഡയറക്ഷന് ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഈ മൂന്ന് ഫോഴ്സിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കറൻറ്റിൻ്റെയും ഡയറക്ഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ത് റൂൾ യൂസ് ചെയ്തിട്ടാണ്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൻ്റെ ഫിഗറാണ് ഈ കാണുന്നത്. ഇതേ പൊസിഷനിലാണ് നമ്മളെ കൈ പിടിക്കേണ്ടത്. തമ്പ് ഫിംഗറും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും, ഈ മൂന്ന് ഫിംഗേഴ്സാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. നമ്മൾ റൈറ്റ് ഹാൻഡാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ തമ്പ് ഫിംഗർ ഡിനോട്ട് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് എന്താണ് അപ്ലൈഡ് ഫോഴ്സ്, തമ്പ് ഡിനോട്ട് ചെയ്യുന്നത് ഫോഴ്സ്. ഈ ചൂണ്ടുവിരൽ അഥവാ ഫോർ ഫിംഗർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മിഡിൽ ഫിംഗർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ്. ഇത് മൂന്നുമാണ് ഡിറ്റർമിൻ ചെയ്തത്. അതായത് തമ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ഫോർ ഫിംഗർ ഡിറ്റർമിൻ ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ റെപ്രസെൻ്റ് ചെയ്ത ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ്. അതൊന്നും കൂടെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ദ ഫ്രണ്ട് സൈഡ് ഓഫ് ദ ഹാൻഡ് ഈസ് ഹെൽഡ്. നമ്മൾ കൈ പിടിക്കേണ്ടത് ആ ഫിഗറിൽ കാണിച്ചല്ലോ, അതെങ്ങനെയാണ്, hand is held perpendicular to the incident flux with the thumb pointing in the direction of motion and the direction of fingers gives the direction of induced EMF and current. ആ ഫിഗറിൽ കാണിച്ച പോലെ തന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. ഇവിടെ തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ഫോർ ഫിംഗർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മിഡിൽ ഫിംഗർ റെപ്രസെൻറ്റ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇത്രയും കാര്യം ഓർത്താൽ മതി. ഇത് അതുപോലെ തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സാമിന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ഇനി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിലും ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിലൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാരഡേസ് ലോസിലും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും അറിയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. ബാക്കി നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.